ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധിയിൽ അന്തിമവാദം തുടങ്ങി ശിക്ഷയിൽ ഇളവ് വേണമെന്ന ആവശ്യവുമായി ഗ്രീഷ്മ 24 വയസ്സേയുള്ളൂ. പഠനം തുടരണമെന്ന് പ്രതി ഗ്രീഷ്മ കോടതിയിൽ ആവശ്യപ്പെട്ടു. വധശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ കോടതിയിൽ വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു. പ്രദീപ്, ഷാരോൺ വധക്കേസിൽ ശിക്ഷാവിധിയിൽ അന്തിമവാദം തുടങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ വധശിക്ഷ നൽകണം എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത്. ഒപ്പം തന്നെ ഈ അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് എന്നും പ്രോസിക്യൂഷൻ പറയുമ്പോൾ ഗ്രീഷ്മ 24 വയസ്സ് മാത്രമാണ് തനിക്ക് പ്രായമെന്നും തുടർ പഠനം നടത്തണമെന്നുമാണ് ഗ്രീഷ്മ ആവശ്യപ്പെടുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും വൃന്ദ, കേരളത്തിൽ തന്നെ കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായിരുന്നു ഇത്തരത്തിൽ ഷാരോൺ വധക്കേസ് എന്ന് പറയുന്നത്. കൃത്യമായും ഇന്ന് ശിക്ഷാവിധി നൽകുമെന്നാണ് അറിയിച്ചെങ്കിലും വാദം കേൾക്കാനാണ് തയ്യാറായത്. എന്താ ശക്തമായിട്ടുള്ള ഒരു വാദം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രതിഭാഗം ഉന്നയിക്കുന്ന പ്രധാന കാരണം എന്നത് ശിക്ഷയ്ക്ക് ഇളവ് നൽകണമെന്നും പഠിക്കുവാനുള്ള ഒരു അനുവാദം നൽകണം എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാടാണ് ഈ പ്രതിഭാഗം ഇവിടെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ചെകുത്താന്റെ സ്വഭാവമുള്ള ആളാണ് ഈ ഗ്രീഷ്മയെന്നും ഒരു തരത്തിലുള്ള ദയയും നൽകാൻ പാടില്ല, വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ നൽകുന്ന കൃത്യമായിട്ടുള്ള വാദം. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു വാദം തന്നെയാണ് നടന്നു വരുന്നതും. നമുക്ക് വ്യക്തമായി അറിയാം, ജ്യൂസ് ചലഞ്ച് പിന്നീട് കഷായം കുടിപ്പിക്കൽ പലപ്പോഴായി കാമുകന്റെ ശരീരത്തിലേക്ക് വിഷം പ്രവേശിപ്പിക്കുകയും ഇയാളെ പൂർണ്ണമായും ഇല്ലാതാക്കുക, അതുവഴി മറ്റൊരു വിവാഹത്തിനായി കാമുകനെ ഒഴിവാക്കാനുള്ള ആസൂത്രണം തന്നെയാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് വ്യക്തമാണ്. തീർച്ചയായിട്ടും 2022 ഒക്ടോബർ 25-നാണ് ഇത്തരത്തിൽ മുരിയങ്കര JP ഹൗസിൽ ജയരാജിന്റെ മകൻ ക്രിസ്ത്യൻ കോളേജിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിട്ടുള്ള 23-കാരനായിട്ടുള്ള ഷാരോൺ രാജിന് ഇത്തരത്തിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. സുഹൃത്തായ ഗ്രീഷ്മ ഇദ്ദേഹത്തെ പ്രണയം നടിക്കുകയും പലതരത്തിൽ ഇദ്ദേഹത്തെ ഉപയോഗിക്കുകയും വീട്ടിൽ വിളിച്ചു വരുത്തുകയായിരുന്നു. അന്നും ഈ പറയുന്ന വിഷം കൊടുക്കുന്ന ദിവസവും ഇത്തരത്തിൽ ഷാരോണിനെ വീട്ടിൽ വിളിച്ചു വരുത്തി തന്നെയാണ് ഇത്തരത്തിൽ വിഷം നൽകി വലിയ ഒരു കൊലപാതകം തന്നെ കേരള സമൂഹത്തെ ഞെട്ടിക്കുന്ന കൊലപാതകം നടത്തിയത്. എന്താ പ്രദീപ്, അതോടൊപ്പം തന്നെ നിലവിൽ ഗ്രീഷ്മ ആരോപിച്ചിരിക്കുന്നത് തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്, തനിക്ക് തുടർ പഠനം പഠിക്കാൻ അനുമതി നൽകണം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഗ്രീഷ്മ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ ഈ ഗ്രീഷ്മയുടെ പ്രായം കണക്കിലെടുക്കരുത് എന്നടക്കമുള്ള കാര്യമാണ് ഈ പ്രോസിക്യൂഷൻ പറയുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ഗ്രീഷ്മ കോടതിക്ക് കത്ത് നൽകുമ്പോഴും ആ കത്തിൽ തീർച്ചയായിട്ടും പറയുന്ന ഇത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ശിക്ഷാവിധികൾ നൽകരുതെന്നും ദയ നൽകുന്നു, പ്രായം നോക്കിക്കൊണ്ട് ദയ അനുവദിക്കണമെന്നുള്ള രീതിയാണ് ഇത്തരത്തിൽ ഗ്രീഷ്മ കോടതി നൽകിയിട്ടുള്ളത്. എന്നാൽ ഒരു തരത്തിലുള്ള ദയയും ഗ്രീഷ്മയ്ക്ക് അർഹിക്കുന്നില്ല. കാരണം ചെകുത്താന്റെ ചിന്തയുള്ള ആളാണ് ഗ്രീഷ്മ എന്നും ഇത്തരത്തിലുള്ള ഒരു ദയയും നൽകാൻ പാടില്ലെന്നും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് മറുപടി നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ വിധി പ്രഖ്യാപിക്കുമെങ്കിൽ, ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കുമെങ്കിൽ തുടർന്ന് തന്നെ ഈ അമ്മയെ ഒഴിവാക്കിയ നടപടി, രണ്ടാം പ്രതിയായിരുന്ന അമ്മയെ ഒഴിവാക്കിയ നടപടിമേൽ മേൽ നടപടികൾ സ്വീകരിക്കുമ്പോൾ ഉന്നത കോടതിയെ സമീപിക്കാൻ തന്നെയാണ് ഷാരോന്റെ കുടുംബം കഴിഞ്ഞ ദിവസം നമ്മളോട് പറയുന്നത്. എന്തായാലും ശിക്ഷാവിധി ഇന്ന് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. കാരണം ഇത്തരത്തിലുള്ള വാദം കേട്ടതിന് ശേഷം മാത്രമേ ശിക്ഷാവിധി നൽകുകയുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു താമസമുണ്ട്. അത് കൃത്യമായിട്ട് വരുന്ന മുറയ്ക്ക് ഇത്തരത്തിൽ ഒഴിവാക്കപ്പെട്ട അമ്മയെ കൂടി പ്രതി ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഷാരോന്റെ അച്ഛനും അമ്മയും നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പ്രദീപ്, നിലവിൽ ഈ ബിരുദ സർട്ടിഫിക്കറ്റുകൾ അടക്കം കോടതിക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ കുട്ടി പഠിക്കുവാൻ നല്ല മിടുക്കിയെന്ന സമയത്ത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറഞ്ഞിട്ടുണ്ട്, പഠിക്കാൻ നല്ല ഒരു കുട്ടിയാണ്, പഠനത്തിലെല്ലാം മികവ്, ഈ കോളേജിലെ റാങ്കുകാരിയാണ്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കാണിച്ചുകൊണ്ടതാണ് ഇത്തരത്തിൽ ദയയ്ക്ക് ഒരു ശിക്ഷാ ഇളവിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ നൽകിയിട്ടുള്ളത്. ഈ പ്രോസിക്യൂഷൻ ഈ ഗ്രീഷ്മ ആരോപിക്കുന്നതനുസരിച്ച് ഷാരോണിന് സാമൂഹിക വിരുദ്ധ പശ്ചാത്തലമുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണോ ഈ ശിക്ഷാവിധിയിൽ ഇളവ് വേണം എന്ന് ആരോപിക്കുന്നത്? അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. കാരണം പല രഹസ്യ ചിത്രങ്ങൾ വരെ ഷാരോണിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആ ചിത്രങ്ങൾ ഫോണിൽ നിന്ന് ഒഴിവാക്കണമെന്ന് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും കൂട്ടാക്കാൻ ഷാരോൺ തയ്യാറായിരുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ കോടതിക്ക് നൽകിയിട്ടുള്ള ഈ ഒരു അപേക്ഷയിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും നമുക്ക് കൃത്യമായിട്ട് ഇതിൽ അറിയാൻ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2022 ഒക്ടോബർ 31-നാണ് ഷാരോണിനെ ഇത്തരത്തിൽ കാളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിലാണ് സംഭവം. എന്നാൽ ഇതിന് കേരള അതിർത്തി തമിഴ്നാട് അതിർത്തിയുടെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ഈ വീടിരിക്കുന്ന തമിഴ്നാട് ആയതുകൊണ്ട്
ഇത്തരത്തിലുള്ള വാദങ്ങളെല്ലാം മറ്റു കോടതിയിലും അന്വേഷണത്തിനും തമിഴ്നാട്ടിലോട്ട് മാറ്റണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതൊക്കെ തന്നെയാണ് ഹൈക്കോടതി തള്ളുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് തന്നെയാണ് 2023 മാർച്ച് മാസം കേസിൽ ജില്ലാ ക്രൈംബ്രാഞ്ച് ജനുവരി മാസം അവസാന വാരം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് പുറത്തു വരികയും കഷായത്തിൽ കാളനാശിനി കലർത്തി നൽകി ഗ്രീഷ്മ തന്നെ ചതിച്ചുവെന്നും താൻ മരിച്ചു പോകുമെന്നും ആശുപത്രി തീവ്രപരിചരണം ഉണ്ടായിട്ട് തന്നെ കൊടുത്ത ആ റെക്കോർഡിംഗ്, വോയിസ് റെക്കോർഡ് അല്ല വാട്സപ്പ് സന്ദേശം ഉൾപ്പെടെയുള്ളവ നേരത്തെ തന്നെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ശാരീരിക ബന്ധത്തിന് നിർബന്ധിച്ചാണ് ഷാരോണിനെ ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വിഷം നൽകിയതെന്നും കുറ്റപത്രത്തിൽ കൃത്യമായി തന്നെ നേരത്തെ പറയുന്നുമുണ്ടായിരുന്നു. സൈന്യത്തിൽ ജോലിയുള്ള വ്യക്തിയുമായിട്ടുള്ള വിവാഹം അടുത്തു വരുന്നതിനിടയിലാണ്, ആ വിവാഹത്തിന് വേണ്ടിയിട്ടാണ് ഈ ഷാരോണിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഗ്രീഷ്മ ഇത്തരത്തിൽ വിഷം നൽകിയ ആ ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നത്. ഷാരോൺ വധക്കേസിൽ വാദം തുടങ്ങിയിരിക്കുന്നു. പാറശാല ഷാരോൺ വധക്കേസിൽ വാദം തുടങ്ങി. വിധി പ്രസ്താവിക്കുക നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഇപ്പോൾ വധക്കേസിൽ ഈ ഒരു വാദം ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ച കോടതിയിൽ ഗ്രീഷ്മയ്ക്ക് കോടതി കത്ത് നൽകി. ആ കത്ത് പരിശോധിക്കുന്നു. പഠിക്കണമെന്നും കോടതിയോട് ഗ്രീഷ്മ പഠിക്കണമെന്നുള്ള ആവശ്യവും അതോടൊപ്പം തന്നെ തനിക്ക് 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും തനിക്ക് തുടർ പഠനം നടത്തണമെന്നുമുള്ള കാര്യങ്ങൾ ആവശ്യപ്പെടുന്നു. അതോടൊപ്പം തന്നെ തന്റെ ബിരുദാനന്തര സർട്ടിഫിക്കറ്റുകളെല്ലാം നൽകുന്നു. നിലവിൽ ഗ്രീഷ്മ ഇംഗ്ലീഷിൽ ബിരുദ വിദ്യാർത്ഥിയാണ്. ഗ്രീഷ്മ കോടതിക്ക് നൽകിയ കത്ത് പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേസ് അപൂർവങ്ങളിൽ അപൂർവമാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് എന്നതടക്കം പ്രോസിക്യൂഷൻ പറയുന്നു. ശിക്ഷയിൽ ഇളവ് അനുവദിക്കണമെന്ന് ഗ്രീഷ്മ അഭിപ്രായപ്പെടുമ്പോൾ ഇത്തരത്തിൽ 24 വയസ്സ് മാത്രമാണ് ഉള്ളത് എന്നത് അംഗീകരിക്കാൻ ആകില്ല എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ വാദം. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇതെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെ ഗ്രീഷ്മ കൊലപ്പെടുത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പറയുന്നു. കൃത്യമായ ആസൂത്രണത്തോടെ തന്നെ നടത്തിയ കൊലപാതകമാണ് ഈ ഒരു ഷാരോൺ വധക്കേസ്. ഗ്രീഷ്മയ്ക്ക് ചെകുത്താന്റെ സ്വഭാവമാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നു. 11 ദിവസം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിലുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാസമ്പന്നയായ യുവതി വിവരങ്ങളെ ദുരുപയോഗം ചെയ്തു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാരോണിന്റെ സ്വപ്നങ്ങളാണ് ഗ്രീഷ്മ തകർത്തത് എന്നതടക്കം ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നു. പ്രതി ഒരു ദയയും അർഹിക്കുന്നില്ല എന്നതടക്കം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ശിക്ഷയിൽ അനുവദിക്കണമെന്നുള്ള ഗ്രീഷ്മയുടെ ഒരു ആവശ്യത്തെ പ്രോസിക്യൂഷൻ എതിർക്കുന്നു. പ്രായത്തിന്റെ ആനുകൂല്യം നൽകരുത്, പരമാവധി ശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂഷൻ അഭിപ്രായപ്പെടുന്നു. ഒരു ചെറുപ്പക്കാരന്റെ സ്നേഹത്തെയാണ് ഇപ്പോൾ കൊന്നിരിക്കുന്നത്. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ തന്നെ നൽകണം എന്നതടക്കം പ്രോസിക്യൂഷൻ പറയുന്നു. ഗ്രീഷ്മ ദയ അർഹിക്കുന്നില്ല. സമൂഹം ഞെട്ടിയ കൊലപാതകമാണ്. കൃത്യമായ ഒരു ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയത്. അതോടൊപ്പം തന്നെ 2 തവണയാണ് കൊലപാതക ശ്രമം നടത്തിയത്. ആദ്യ തവണ ജ്യൂസ് ചലഞ്ച് എന്ന പേരിൽ ജ്യൂസിൽ 50ഓളം ഗുളികകൾ കലർത്തി ഷാരോണിന് നൽകുന്നു. ഇത് കയ്പ് മൂലം ഷാരോൺ അത് കുടിക്കാൻ വിസമ്മതിക്കുന്നു. ഇതിൽ ദേഹാസ്വാസ്ഥ്യമെല്ലാം അനുഭവപ്പെട്ടിരുന്നു. തുടർന്ന് പിന്നീടാണ് ഈ കഷായത്തിൽ കളനാശിനി ഉപയോഗിച്ച് ഷാരോണിനെ കൊല്ലാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇത്തരത്തിൽ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് ഈ ഷാരോൺ മരണപ്പെടുന്നത്. ഇത്തരത്തിൽ കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് ഗ്രീഷ്മ കൊലപാതകം നടത്തിയത് എന്നതടക്കമുള്ള വാദങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്.